ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് മെയ് 13 എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നെന്നും എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനും സയനും കൂടെ മദർസയിൽ പോകാനായിട്ട് പോകുകയാണ് ഗൈസ്. അപ്പം മദർസയിൽ പോയിട്ട് വന്നിട്ട് വേണം ഗൈസ്. അപ്പം ഞാൻ ഇപ്പം മദർസയിൽ പോയിട്ട് വന്നു. മദർസ കഴിഞ്ഞിട്ട് നേരെ ട്യൂഷനാണ് പോകുന്നത്. ഞാൻ ഇപ്പൊ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ സ്കൂൾ തുറന്നു കഴിയുമ്പോ പിന്നെ ഫുൾ ടൈം വീഡിയോ കാണണമെന്നൊന്നും ഇല്ല. ചിലപ്പോ ആഴ്ച ഒരിക്കലൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 10ലായത് കൊണ്ടാണ്. അപ്പം ബർത്ത്ഡേ പറ്റി തക്കിയെടുത്ത് ചോദിച്ചു നോക്കാം. തക്കി, എന്റെ ബർത്ത്ഡേ ആയിട്ട് വിഷ് ഒന്നും ചെയ്തില്ലല്ലോ. പറ, എന്താ ബർത്ത്ഡേ വിഷ് ചെയ്യാന്? ഹാപ്പി ബർത്ത്ഡേ എന്താ പറയാണ്? ഹാപ്പി ബർത്ത്ഡേ എന്താ പറയാ? താങ്ക് യു. കേക്ക് കഴിച്ചില്ലേ? കേക്ക് വേണോ? 5 രൂപ. ഇവിടെ ആയിട്ട് കുറച്ച് ബോട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് കയാക്കിങ്ങിന്റെ എന്തോ കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് വേണ്ടിട്ട് ഇട്ടതാണ്. അപ്പൊ രാവിലത്തെ ഫുഡാണിത്. ഇത് ചപ്പാത്തിയും മീൻകറിയാണ് രാവിലത്തെ ഫുഡ്. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം ഞങ്ങളിതാ ഇപ്പം റെഡി ആയിട്ട് ഉമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. എന്റെ എല്ലാ ബർത്ത്ഡേയും അവിടെ നിന്നാണ് ആഘോഷിക്കാറ്. എന്റെ നല്ല സായന്റെ ആണെങ്കിലും ബർത്ത്ഡേ എല്ലാം ഇങ്ങനത്തെ ഈ വിശേഷമുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഉമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. സായൻ ഇവിടെ റെഡി ആയിട്ട് ഇപ്പോണ്ട്. സായനെ ബർത്ത്ഡേ പറ്റി എന്താണ് പറയാനുള്ളത്? എല്ലാ ബർത്ത്ഡേയും ഉമ്മയുടെ വീട്ടിൽ പോയാണ് ആഘോഷിക്കുന്നത്. എല്ലാ ഇക്കാക്കടേന്നും എന്റെയും കൂടെ ഒന്നല്ല. ഇങ്ങനെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും പെരുന്നാളായിക്കോട്ടെ, നബിദിനം, അങ്ങനെയെല്ലാം അവിടെ പോയാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. ഇന്നും ഇക്കാക്കയുടെ ബർത്ത്ഡേ ഉണ്ട്, അവിടെ പോയി ആഘോഷിക്കാം. ഇത് എന്റെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ കരിക്കട്ട ഇവിടെ ഇരിപ്പുണ്ട്. കരിക്കട്ടെ, എന്റെ ബർത്ത്ഡേ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു 2 വാക്ക് ബർത്ത്ഡേ പറ്റി. ഒന്നുമില്ല, ശരി എന്നാ ബൈ. അപ്പം ഇവിടുന്ന് ഞങ്ങളിപ്പോ ഉമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് പോവുകയാണ്. ഓട്ടോ കയറാനായിട്ട് പോവാണ്. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല. എന്റെ മിക്ക വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഞങ്ങൾ മിക്കപ്പോഴും ഉമ്മയുടെ വീട്ടിലോട്ടൊക്കെയാണ് പോവാറ്. അപ്പോ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഞങ്ങളിതാ ഇപ്പം ഉമ്മയുടെ വീട്ടിലോട്ട് വന്ന് നമുക്ക് അകത്തോട്ട് കയറിച്ചില്ല. നിങ്ങൾ പലവരും കണ്ടാണ് ഇവിടെ. ഇതാണ് ഉമ്മയുടെ വീട്. നമുക്ക് അകത്തോട്ട് കയറിച്ചില്ല. ഇതാണ് വീടിന്റെ അകം. പിന്നെ മേളിലോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഗൈസപ്പതാ ഇവിടെ വന്നപ്പോ നമുക്കിതാ കുടിക്കാനായിട്ട് നല്ല തണുത്ത ടാങ്ക് കലക്കി തെറ്റി. അപ്പൊ നമുക്കിത് കുടിക്കാം. ഈ വെയിലത്ത് നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോ എന്തൊരാശ്വാസം. അപ്പം ഞങ്ങളിതാ ഇപ്പൊ ഡ്രസ്സെല്ലാം മാറി കുറച്ചു നേരം ഇരിക്കണം. ഇപ്പം സയൻ എന്താണ് ഈ ഒരു പ്രത്യേക ദിവസത്തെ പറ്റി പറയാനുള്ളത്? പ്രത്യേക ദിവസത്തിനെ പറ്റി പറയാനുള്ളത് കാക്കയുടെ ബർത്ത്ഡേയും ആണ്. കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. ഗിഫ്റ്റ് ഒക്കെ തരാം, അത് സർപ്രൈസ് ആണ്. സർപ്രൈസാ? അതെ. കഴിഞ്ഞ പ്രാവശ്യം പറ്റിച്ചില്ലായിരുന്നല്ലോ, തന്നായിരുന്നല്ലോ വാച്ച്. ആ, പച്ച. മാത്രമേ കേക്കുള്ളൂ. ആ, കേക്കില്ല. നോക്കൊണ്ടിരിക്കേണ്ടി വരുവേ. ഞാൻ കേക്കത്തില്ല, ഞാൻ കഴിക്കത്തേ ഉള്ളു. ആ, അതൊക്കെ തരാം. ഇപ്പൊ ഫുഡ് കഴിക്കാൻ സമയം. ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് പോകുവാണ്. നമ്മുടെ കൂടെ ലത്തീമുണ്ട്. ലത്തീമിയുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു നോക്കാം. ബർത്ത്ഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? എന്തിനാ അങ്ങോട്ട് കയറി വന്നത്? അപ്പം ലത്തീമിക്കൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോകുവാണ്. ഇത് ഫുഡാണ്. ഇത് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇവിടെ സയനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സയനെടുത്ത് ചോദിച്ചു നോക്കാം. സയന് സൂപ്പർ ബിരിയാണി. ഇവിടെ കഴിക്കാൻ ചോറ്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ പപ്പടം ഉണ്ട്, സാലാഡും ഉണ്ട്.
പിന്നെ ഇത് അച്ചാറും ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഫുഡ് കഴിച്ചിട്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇനി മേളത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കയറി വരുമ്പോൾ ഇവിടെ ഒരു പ്രാവും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മുമ്പ് പ്രാവ് ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രാവൊന്നും ഇല്ല, എല്ലാത്തിനും കൊടുത്തതാണ്. ഒരു വലിയൊരു പ്രാവും കൂടാണ്. ഇവിടെ ഈ സൈഡിലായിട്ടൊരു മാവുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ മാവല്ല, അപ്പുറത്തെ വീട്ടിലെ മാവാണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇനി തൊട്ട് ഫുൾ വീഡിയോസ് ആണ് ഞാൻ ഇടാൻ പോകുന്നതെന്ന്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇടാൻ നോക്കാം. ഇപ്പം എന്താ മെയിൻ റീസൺ ഇടാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാല് വീഡിയോ എടുക്കുന്നതും പിന്നെ എഡിറ്റിങ്ങിന്റെയും ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്ന ഫോണാണ് ഇത്. ഈ ഒരു ഫോൺ വിവോയുടെ V15 എന്ന് പറയുന്ന ഒരു ഫോണാണിതാ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, ഇവിടെ കുറെ ഇത് മറ്റേ ഡിസ്പ്ലേ പോയിരിക്കുവാണ്. അതിലെ ഡിസ്പ്ലേ പോയിരിക്കുവാണ്. പിന്നെ ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഉമ്മിയുടെ ഫോണാണ്. ഉമ്മിയുടെ ഫോൺ എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല, എപ്പോൾ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ചില സമയത്ത് ഇങ്ങനെ ഈ വീഡിയോ വരാൻ ലേറ്റ് ആകുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ എഡിറ്റിങ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണമാണ് വീഡിയോ ഇടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആകുന്നതുമില്ല. അപ്പം ഇനി തൊട്ട് മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാൻ നോക്കാം. ഈ ഫോൺ ഇപ്പൊ ഞാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോൺ ഒരു 10 വർഷമെങ്കിലും ആയി കാണും ഈ ഫോൺ. അതാ ഈ ഡിസ്പ്ലേ പോയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെയായിട്ടും. ഈ ഡിസ്പ്ലേയുടെ ഒരു സീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ഞാനിപ്പോ 10ലാണ്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വീഡിയോ ഇടാൻ പറ്റുന്നത്. ഇപ്പം സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പം രാവിലെ ട്യൂഷൻ, മദ്രസ, പിന്നെ സ്കൂള്, പിന്നെ അതിന്റെ ഇടയിൽ വേറെ പഠിത്തം. അപ്പൊ എങ്ങനെയാ വീഡിയോ ഇടുന്ന കാര്യമൊന്നും അറിയത്തില്ല. ചിലപ്പോ ആഴ്ചയിൽ ഒരു വീഡിയോ, ചിലപ്പോ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം, വീഡിയോ ഇടാൻ പറ്റാത്തൊരു കാരണം. പിന്നെ ഇവിടെ ആയിട്ടാണ് ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല കാലെല്ലാം പൊള്ളുന്നു, നല്ല വെയിലായതുകൊണ്ട് ഇവിടെ കാലെല്ലാം പൊള്ളുന്നു. താഴെയായിട്ട് കുറച്ച് വീടെല്ലാം ആണുള്ളത്. പിന്നെ ഇതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു പറമ്പാണ്. കാടെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു, പെട്ടെന്ന് കാടെല്ലാം വളർന്നു വന്നു. ഇതൊരു പറമ്പാണ് ഗൈസ്. ഇനി ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പൊ ഇനി ഉറങ്ങി എണ്ണീറ്റിട്ട് കാണാം ഗൈസ്. ഇനി ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് കേക്ക്, നട്ടി ബബിളിയാണ് ഫ്ലേവർ. നമുക്കിത് കട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. ഗൈസ്, അപ്പം കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി കേക്ക് കഴിക്കാം. ഒരു പീസ് ഞാൻ കഴിച്ചു, ഇനി ഒരു പീസും കൂടെ ഒക്കെ കഴിക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. ചുറ്റിനും ഒരുപാട് നട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. നട്ടി ബബ്ലിയാണ് ഫ്ലേവർ. പായസം ഉണ്ട്, പായസവും കുടിക്കുവാണ് ഗൈസ്. അങ്ങനെ പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഇന്ന് ഉച്ചക്ക് ബിരിയാണി, പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. ഇപ്പതാ പായസവും കുടിച്ചു. എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ബർത്ത്ഡേ തന്നെയായിരുന്നു. ഇതെൻ്റെ 15ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അടിപൊളി ബർത്ത്ഡേ തന്നെയായിരുന്നു. എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. കേക്ക് കട്ട് ചെയ്യാറുണ്ട്, പായസം വെക്കാറുണ്ട്. പിന്നെ ഉമ്മിയുടെ വീട്ടിൽ വന്നാണ് എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കാറ്. അപ്പം എൻ്റെന്നല്ല, സായൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ പോവാണ്. ഉമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ പോവാണ്. അങ്ങനെ ഞങ്ങളിതാ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പം ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇത്രേ ഉള്ളൂ. കേക്ക് കട്ട് ചെയ്ത്, പായസം, ബിരിയാണി എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക്
ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ബർത്ത്ഡേ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വല്ല ചാലഞ്ച് വല്ല എനിക്ക് തരാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങൾ പറയുന്ന ചാലഞ്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ ഓളം സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ ലൈക്ക് ചെയ്തിട്ട് പോയിക്കോ.